നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. KSRTC വിജയകരമായി നടത്തിയിരുന്ന കൊറിയർ സർവീസ് KB ഗണേഷ് കുമാർ മന്ത്രിയായ കാലത്താണ് സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചത്. കൊറിയർ തൊഴിലാളികൾക്ക് മാസങ്ങളായി ശമ്പളം ലഭിച്ചിരുന്നില്ല. ടിക്കറ്റ് ഇതര വരുമാനത്തിൽ KSRTCയുടെ നട്ടെല്ലായിരുന്നു കൊറിയർ സർവീസ്. എന്നാൽ ഇന്നു മുതൽ ആന്ധ്ര കമ്പനിയുമായി ചേർന്നുള്ള കൊറിയർ സർവീസ് KSRTC അവസാനിപ്പിച്ചു. പുതിയ ടെൻഡർ ക്ഷണിക്കും. കമ്പനികൾ വന്നില്ലെങ്കിൽ കോർപ്പറേഷൻ സ്വന്തം നിലയ്ക്ക് സർവീസ് നടത്തും. ആന്ധ്ര കമ്പനിയായ സിംഗു സൊല്യൂഷൻസിന് കഴിഞ്ഞ വർഷമാണ് പദ്ധതി കൈമാറിയത്. പണം കൂടുതലായി ലഭിച്ചില്ലെന്ന് മാത്രമല്ല, കൊറിയറുകൾ കൃത്യസമയത്ത് നൽകാനും കഴിഞ്ഞില്ല. ബുക്കിംഗ് എടുക്കേണ്ടെന്നാണ് ജീവനക്കാർക്ക് നൽകിയ നിർദ്ദേശം. നിലവിലെ ബുക്കിംഗ് അനുസരിച്ചുള്ള സാധനങ്ങൾ മാത്രം എത്തിച്ചു നൽകും. തലസ്ഥാനത്തെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജായ K കരുണാകരൻ മെമ്മോറിയൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അടുത്ത അധ്യയന വർഷം 100 MBBS സീറ്റിൽ പ്രവേശനം അനുവദിക്കാമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ തത്വത്തിൽ അംഗീകരിച്ചതായി ആരോഗ്യമന്ത്രി K മുരളീധരൻ. ന്യൂഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. രക്ഷാപ്രവർത്തന അട്ടിമറി കേസിൽ സസ്പെൻഷനിലായ ADGP MR അജിത് കുമാറിന് വീണ്ടും തിരിച്ചടി. സസ്പെൻഷൻ സ്റ്റേ ചെയ്യണമെന്ന ഇടക്കാല ആവശ്യം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ തള്ളി. സർക്കാരിന്റെ വാദം പരിഗണിച്ചാണ് ഇടക്കാല ഉത്തരവ്. അജിത് കുമാർ DGP ആകാൻ യോഗ്യനല്ലെന്നും ഇരകൾക്ക് നീതി നിഷേധിക്കാൻ കേസ് അട്ടിമറിച്ച ഉദ്യോഗസ്ഥനാണ് എന്നുമായിരുന്നു സർക്കാർ വാദം. ഇതിൽ ട്രൈബ്യൂണൽ വിശദമായ വാദം കേൾക്കും. ഹൈവേയിൽ മോഷണം നടത്തുന്നതിന് ഒത്തുകൂടിയ സംഘം പിടിയിൽ. ഞാറക്കൽ വൈപ്പിൻ ബ്ലാവേലി വീട് ശ്യാംകുമാർ, തൃശൂർ തൃപ്രയാർ തിരിയടത്ത് വീട് അരുൺദേവ്, പാറക്കടവ് കുറുമശ്ശേരി വേങ്ങൂപ്പറമ്പ് വീട് നിധിൻ, പൂതൻകുറ്റി മാളിയേക്കൽ വീട് ജോയ്, ആലപ്പുഴ മുളക്കഴ പുത്തൻപുരയ്ക്കൽ വീട് ഷെമാൻ മാത്യു എന്നിവരെയാണ് അങ്കമാലി പോലീസ് പിടികൂടിയത്. അതിതീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജാഗ്രതയുടെ ഭാഗമായി 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശനിയാഴ്ച വരെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ബുധനാഴ്ച പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും വ്യാഴാഴ്ച ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും വെള്ളിയാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ശനിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് CPMന് സൃഷ്ടിച്ച തിരിച്ചടിയുടെ മുറിവുണങ്ങും മുമ്പ് അന്തരിച്ച യുവ നേതാവിന്റെ പേരിൽ നിർമ്മിക്കുന്ന സ്മാരകത്തിലും തിരിമറി ആരോപണം. DYFI സംസ്ഥാന ട്രഷററും CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന P ബിജു സ്മാരകമായ റെഡ് കെയറാണ് പാതി വഴിയിൽ മുടങ്ങിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപമാണ് സ്മാരകത്തിനായി സ്ഥലം വാങ്ങിയത്. 2020 നവംബറിൽ കോവിഡ് ബാധിച്ചാണ് P ബിജു മരിച്ചത്. വടകരയിലെ ലഹരി കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ഇരിട്ടി സ്വദേശിയായ ജിജിൽ കുര്യാക്കോസാണ് അറസ്റ്റിലായത്. ഓൺലൈൻ ഡെലിവറി ബോയ് ആണ് ജിജിൽ. ഇയാളുടെ അക്കൗണ്ടിലൂടെ 1 കോടിയോളം രൂപയുടെ ഇടപാട് നടന്നുവെന്നാണ് കണ്ടെത്തൽ. ലഹരി വാങ്ങാൻ എത്തുന്നവർക്ക് ജിജിലിന്റെ ഗൂഗിൾ പേ സ്കാനറാണ് നൽകിയത്. കേസിൽ ഇതുവരെ 3 അധ്യാപികമാർ ഉൾപ്പെടെ 5 പേരാണ് അറസ്റ്റിലായത്. പേരാമ്പ്ര സ്വദേശിയായ അധ്യാപിക നീഷ്മയും അറസ്റ്റിലായിരുന്നു. പേരാമ്പ്ര BRSലെ അധ്യാപികയായിരുന്നു നീഷ്മ. അറസ്റ്റിന് പിന്നാലെ നീഷ്മയെയും പിരിച്ചുവിട്ടിരുന്നു. നീഷ്മ ലഹരി സംഘത്തിന്റെ സാമ്പത്തിക ഇടപാടിന് സഹായിച്ചതായി കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഓഗസ്റ്റ് 13-ന് ഓണപരീക്ഷ തുടങ്ങും. LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിലാണ് 13-ന് പരീക്ഷ തുടങ്ങുക. ഹയർ സെക്കൻഡറി ക്ലാസുകളിൽ പഠിക്കുന്നവർക്ക് 14-നാണ് പരീക്ഷ തുടങ്ങുക. രാവിലെയും ഉച്ചയ്ക്കുമാണ് പരീക്ഷ നടത്തുക. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം. രാവിലെ 10 മുതലാണ് പരീക്ഷ. എല്ലാ വിഭാഗങ്ങളിലും 20-ന് പരീക്ഷ അവസാനിക്കും. 21-ന് പ്രവൃത്തി ദിവസമായിരിക്കും. അന്ന് ഓണാഘോഷം നടത്താം. ഓണാവധിക്കായി അന്നു തന്നെ സ്കൂളുകൾ അടയ്ക്കും. പരീക്ഷയ്ക്കിടെ ഏതെങ്കിലും ദിവസം അവധി വന്നാൽ ആ ദിവസത്തെ പരീക്ഷ 21-ന് നടക്കും. 31-നാണ് അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുക. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ഗർഭിണികളെ എത്തിച്ച് അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ വിൽക്കുന്ന സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. വാഗമണ്ണിനടുത്ത് തീക്കോയ് കേന്ദ്രീകരിച്ച് കുട്ടികളെ വിൽക്കുന്ന മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് 22-കാരിയായ അസം സ്വദേശി പോലീസിന് മൊഴി നൽകി. ഇവരുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസം 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തമിഴ്നാട് സ്വദേശിയായ രാജ്, വാഗമൺ പുള്ളിക്കാനം സ്വദേശി അർജുൻ എന്നിവരാണ് ഈരാറ്റുപേട്ട പോലീസ് പിടികൂടിയത്. അർജുന്റെ സഹോദരി ഭർത്താവാണ് രാജ. സ്വന്തം വീട്ടുകാർ ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചതോടെയാണ് അസം സ്വദേശിനി നാടുവിട്ടത്. തുടർന്ന് അമ്മയെയും കുട്ടിയും സംരക്ഷിക്കുന്ന ഇടങ്ങൾ സോഷ്യൽ മീഡിയയിൽ തെരഞ്ഞു. അങ്ങനെയാണ് തീക്കോയിൽ ആർഷിവ് കെയർ എന്ന സ്ഥാപനത്തെക്കുറിച്ച് അറിയുന്നത്. പിന്നീട് യുവതി ആർഷിവ് കെയറുമായി ബന്ധപ്പെട്ടു. തുടർന്ന് കാർത്തിക എന്ന് പരിചയപ്പെടുത്തിയ ആൾ
കോട്ടയത്തേക്ക് വരാനുള്ള ട്രെയിൻ ടിക്കറ്റും പണവും അയച്ചു നൽകിയെന്ന് യുവതി പറയുന്നു. 10 ദിവസം മുൻപാണ് യുവതി തീക്കോയിലെത്തിയത്. സ്ഥാപനത്തിൽ എത്തിയതിനു ശേഷം ഒരാൾ കുഞ്ഞിനെ തന്നാൽ 3 ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞതായി യുവതി വെളിപ്പെടുത്തി. കുഞ്ഞിന് വിലയിട്ടപ്പോഴാണ് തട്ടിപ്പ് നടക്കുന്നതെന്ന് യുവതിക്ക് മനസ്സിലായത്. തുടർന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട് കോട്ടയത്തുള്ള ചാരിറ്റബിൾ ട്രസ്റ്റിൽ അഭയം തേടുകയായിരുന്നു. ട്രസ്റ്റ് വഴിയാണ് യുവതി പോലീസിൽ പരാതി നൽകിയത്. മനുഷ്യരെ ആക്രമിക്കുന്ന തെരുവ് നായ്ക്കളെ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കൊല്ലാം. ഇതിന് അനുമതി നൽകി സർക്കാർ ഇന്നലെ ഉത്തരവിറക്കി. സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണിത്. നായ്ക്കളെ എങ്ങനെ എപ്പോൾ കൊല്ലാമെന്നതിന് വിശദമായ മാർഗനിർദ്ദേശം ഉടൻ പുറത്തിറക്കും. നേരത്തെ കാട്ടുപന്നികളെ കൊല്ലാൻ അനുമതി നൽകിയിരുന്നു. സംസ്ഥാനത്ത് 9 ലക്ഷത്തോളം തെരുവ് നായ്ക്കളാണുള്ളത്. അപകടകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലാൻ മെയ് 19-നാണ് സുപ്രീം കോടതി ഉത്തരവിട്ടത്. SFI നേതാവ് ഐഷി ഘോഷിനെതിരായ ദില്ലി പോലീസ് നടപടി വീണ്ടും. ഇന്നലെ രാത്രി വൈകിയും മഫ്തിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ AKG ഭവന് സമീപം ഐഷിയെ തെരഞ്ഞെത്തി. നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് CPM. ഇന്ന് പട്യാല ഹൌസ് കോടതിയിൽ അറസ്റ്റ് വാറന്റിന് എതിരെ സമീപിക്കും. പാർട്ടി ആസ്ഥാനത്ത് അതിക്രമിച്ചു കയറിയുള്ള പോലീസ് നടപടി സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും നേതാക്കൾ പറയുന്നു. പശ്ചിമബംഗാൾ ആരോഗ്യവകുപ്പിന്റെ പതിവ് ഓഡിറ്റായി തുടങ്ങിയത് ഇപ്പോൾ സ്വകാര്യ രക്തബാങ്കുകളിൽ നിന്ന് രക്തഘടകങ്ങൾ നിയമവിരുദ്ധമായി വഴിതിരിച്ചുവിട്ടു എന്ന ആരോപണത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന അന്വേഷണമായി മാറിയിരിക്കുകയാണ്. ജോധ്പൂർ പാർക്കിലെ അശോക് ബ്ലഡ് ബാങ്കിലും എൻഡലിയിലെ ലൈഫ് കെയർ ബ്ലഡ് ബാങ്കിലും നടന്ന വൻ ക്രമക്കേടുകൾ ആഭ്യന്തര അന്വേഷണത്തിൽ കണ്ടെത്തിയതായി ആരോഗ്യവകുപ്പ് വൃത്തങ്ങൾ പറയുന്നു. കോടിക്കണക്കിന് രൂപയുടെ പ്ലാസ്മയും പാക്ക് ചെയ്ത ചുവന്ന രക്താണുക്കളും PRBC സംസ്ഥാന രക്തപകർച്ചാ കൌൺസിലിന് നിർബന്ധിത റിപ്പോർട്ട് ചെയ്യാതെ ബീഹാർ, ഉത്തർപ്രദേശ്, ഝാർഖണ്ഡ് എന്നിവിടങ്ങളിലേക്ക് മാറ്റിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു. നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ 13 പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. CBI സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം ദില്ലി ഹൌസ് അവന്യൂ കോടതിയിലാണ് ആദ്യ കുറ്റപത്രം സമർപ്പിച്ചത്. പരീക്ഷയ്ക്ക് മുൻപ് പ്രതികൾ ചോർത്തിയ 42 ചോദ്യങ്ങൾ യഥാർത്ഥ പരീക്ഷാ പേപ്പറുമായി പൂർണ്ണമായി ഒത്തുപോകുന്നതാണെന്നും ചോദ്യപേപ്പർ ലക്ഷങ്ങൾക്ക് മറിച്ച് വിറ്റതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അഴിമതി നിരോധന നിയമം, പൊതുപരീക്ഷാ നിയമം എന്നിവ പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസ് ഇന്ന് പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതി പരിഗണിക്കും. ഉത്തർപ്രദേശ് മുൻ മന്ത്രിയും BJP നേതാവുമായ നാനക് റാം ഭുർജി കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ചു. 68 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് ലക്നൌവിലെ ഹസ്രതാഗഞ്ചിലെ UP MLA-മാർക്ക് താമസിക്കാൻ നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിന്റെ 7ാം നിലയിൽ നിന്നും നാനക് റാം വീണു മരിച്ചത്. BJP OBC മോർച്ചയുടെ UP സംസ്ഥാന സെക്രട്ടറിയായിരുന്നു. ഹസ്രത്ഗഞ്ചിലെ ദാരുൽ ഷഫ ന്യൂ MLA റെസിഡന്റ് സമുച്ചയത്തിന്റെ പിൻവശത്തെ കെട്ടിടത്തിന് മുകളിൽ നിന്നും ഒരാൾ വീണതായി പോലീസ് ഔട്ട്പോസ്റ്റ് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥരെത്തി നാനക് റാമിനെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇന്നലെ ഉച്ചയ്ക്ക് 2:35ഓടെയാണ് നാനക്കിനെ ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴേക്കും നാനക് റാം മരിച്ചതായി ഡോക്ടർമാർ അറിയിച്ചു. നാനക് റാം താഴേക്ക് വീണ കെട്ടിടത്തിൽ അദ്ദേഹത്തിന് മുറി അനുവദിച്ചിരുന്നില്ലെന്നും എങ്ങനെ അവിടെ എത്തി, എന്തിനെത്തി എന്നതടക്കമുള്ള അന്വേഷണത്തിലാണെന്നും പോലീസ് പറഞ്ഞു. അപകടം സംഭവിച്ച സ്ഥലത്തെ CCTV ക്യാമറകൾ അടക്കം പരിശോധിക്കാൻ പോലീസ് നടപടികൾ ആരംഭിച്ചു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് വ്യക്തമാക്കി. ഭക്ഷ്യസുരക്ഷാ ശുചിത്വ മാനദണ്ഡങ്ങളുടെ ഗുരുതരമായ ലംഘനങ്ങൾ പരിശോധനയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് മുംബൈയിലെ 5 പ്രമുഖ ക്ലബ്ബുകളുടെ FSSAI ലൈസൻസുകൾ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്തു. സാധുവായ ലൈസൻസോ രജിസ്ട്രേഷനോ ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന മറ്റൊരു സ്ഥാപനമായ മലാഡ് വെസ്റ്റിലെ ഗോരേഗാവ് സ്പോർട്സ് ക്ലബിനോട് ഭക്ഷ്യ ബിസിനസ് പ്രവർത്തനങ്ങൾ നിർത്താനും നിർദ്ദേശിച്ചു. ജൂലൈ 27-ന് ഗ്രേറ്റർ മുംബൈയിലെ ക്ലബ്ബുകൾ, ക്യാന്റീനുകൾ, റെസ്റ്റോറന്റ് എന്നിവയുൾപ്പെടെ 7 ഭക്ഷ്യ സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയെ തുടർന്നാണ് നടപടി. പാക് അധിനിവേശ കാശ്മീർ POKയിൽ നിയമസഭയിലേക്ക് തിങ്കളാഴ്ച നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിനിടെ വ്യാപക സംഘർഷം. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണം ആവശ്യപ്പെട്ട് നടന്ന ജനകീയ പ്രതിഷേധങ്ങൾ പാക് സുരക്ഷാ സേന അടിച്ചമർത്താൻ ശ്രമിച്ചതിനെ തുടർന്നുണ്ടായ സംഘർഷങ്ങളിൽ 20 പേർ കൊല്ലപ്പെട്ടു. 50ഓളം പേർക്ക് പരിക്കേറ്റു. റാവൽകോട്ടിലെ ഡ്രേക്ക് 8ാം മേഖലയിലാണ് വലിയ സംഘർഷമുണ്ടായത്. പോലീസ് വെടിവയ്പിൽ തങ്ങളുടെ 14 അംഗങ്ങൾ കൊല്ലപ്പെട്ടതായി പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പറഞ്ഞു. തെക്കൻ ജാപ്പനീസ് നഗരമായ കുമാമോട്ടോയ്ക്ക് സമീപം 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ 13 പേർ മരിച്ചു. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷാപ്രവർത്തകർ തീവ്രമായി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി സനെ തക്കായിച്ചി ബുധനാഴ്ച പറഞ്ഞു.
ഭൂകമ്പത്തിൽ മേഖലയിൽ ഉടനീളമുള്ള ആയിരക്കണക്കിന് വീടുകളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. റോഡുകൾ തകർന്നു. ബുധനാഴ്ച പുലർച്ചെ ഭാഗികമായി തകർന്ന ഒരു ഷോപ്പിംഗ് മാളിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് രക്ഷാപ്രവർത്തകർ 8 പേരെ പുറത്തെടുത്തു. ഭൂകമ്പത്തിന് ഏകദേശം 1 മണിക്കൂറിന് ശേഷം അജ്ഞാതമായ ഒരു സ്ഫോടനത്തിൽ 20 വയസ്സുള്ള 2 സ്ത്രീകൾ മരിച്ചു. ഗ്യാസ് സ്ഫോടന സാധ്യതയെക്കുറിച്ച് അധികൃതർ അന്വേഷണം നടത്തുന്നുണ്ടെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹോർമസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇപ്പോഴും തങ്ങളുടെ കയ്യിലാണെന്നും അമേരിക്കയുമായി സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ ശ്രമിക്കുന്നില്ലെന്നും ഇറാൻ തിങ്കളാഴ്ച അറിയിച്ചു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2 ആഴ്ചയായി തുടരുന്ന ബോംബാക്രമണം അവസാനിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ച് ഈ ആക്രമണം അവസാനിപ്പിച്ചു. തുടർച്ചയായി 13 രാത്രികൾ നീണ്ടുനിന്ന ബോംബാക്രമണങ്ങൾക്ക് ശേഷം പ്രതികരണവുമായി ടെഹ്റാന്റെ US താവളങ്ങൾ വെടിവെക്കാൻ പ്രേരിപ്പിച്ച ട്രംപ് വാരാന്ത്യത്തിൽ പ്രചാരണം നിർത്തിവെച്ചു. US താൽക്കാലികമായി നിർത്തിവെക്കുന്നിടത്തോളം കാലം സ്വന്തം ആക്രമണങ്ങൾ നിർത്തിവെക്കുമെന്ന് ഇറാനും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.